ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. റീസെന്റ് ആയിട്ട് ഞാൻ വിസിറ്റ് ചെയ്തത് ഹൈദരാബാദാണ്. അപ്പൊ അവിടുന്ന് ഞാൻ എന്തെല്ലാം മുണങ്ങി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഡേ 1 ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും താലിയായിരുന്നു. ഞാൻ മുമ്പ് താലി കഴിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായി അവർ നമ്മളെ പറ്റിച്ചതാണെന്ന്. എന്റെ എക്സ്പ്രഷൻ കണ്ടറിയില്ലേ, ദ ഫുഡ് വാസ് വെരി ബാഡ്. ആസ് എ ഫുഡ് ലവർ ഒരേ തീറ്റപ്രാന്തി എനിക്ക് ഭയങ്കര വിഷമമായി. അവിടുന്ന് ഒരു ചായയും കുടിച്ച് പുറത്തിറങ്ങി ഒരു പേരക്കയും തിന്നാണ് ഉച്ചവരെ ഞാൻ പിടിച്ചിരുന്നത്. രാവിലത്തെ ഫുഡ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഉച്ചക്ക് വിശന്ന് വലിഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഹോട്ടലിലാണ് കയറിയത്. എല്ലാ ക്ഷീണവും തീർക്കാൻ വേണ്ടി ഒരു ഫുൾ ബിരിയാണിയും ക്വാർട്ടർ മട്ടമന്തിയാണ് വാങ്ങിയത്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. വയറൊരെണ്ണം വാടകയ്ക്ക് കിട്ടിയാലോ എന്ന് ആലോചിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. രണ്ടിനും കൂടെ 500 താഴെ റേറ്റ് വന്നു. ബാക്കി പാഴ്സലാക്കി ഇതന്നെയാണ് നമ്മൾ ഡിന്നർ ആയിട്ട് കഴിച്ചത്. ഡേ 2 സ്റ്റാർട്ടഡ് വിത്ത് 4 പൂരി പിന്നെ ഒരു പൊട്ടറ്റോ കറി. ഇതുപോലത്തെ 2 സെറ്റിനും ചായക്കും കൂടെ ജസ്റ്റ് 110 rupees ആണ് ആയത്. ഉച്ചയ്ക്ക് ഫിലിം സിറ്റിയുടെ അകത്തുനിന്ന് ഒരു മാംഗോ ലസ്സിയും വെജ് സാൻഡ്വിച്ചും ട്രൈ ചെയ്തു. വൈകിട്ട് 2 കുക്കീസും ഒരു ചായയും കുടിച്ചു. കമ്പാരേറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഡിന്നർ പാഴ്സൽ വാങ്ങി പോകുമ്പോഴാണ് ഒരാൾ ഹലീം വെക്കുന്നത് കണ്ടത്. ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. വയറൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ലെമൺ സോഡയും കുടിച്ച് നേരെ വിട്ടു റൂമിലേക്ക്. ഡിന്നർ കഴിക്കണ്ടേ? ഒരു ബിരിയാണിയും ഹാഫ് തന്തൂരിയും 3 റൊട്ടിയായിരുന്നു അന്നത്തെ ഡിന്നർ. സത്യത്തിൽ 3 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ജസ്റ്റ് 360 rupees ആണ് ആയത്. നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഹൈദരാബാദി ബിരിയാണിയായിട്ട് ഹൈദരാബാദിന് യാതൊരുവിധ ബന്ധമില്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഡിന്നറിന് ശേഷം ഒരു സ്വീറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽപ്പേടയുടെ മധുരം കൂട്ടി ലിക്വിഡ് ഫോം ആക്കിയ പോലെ ഫീൽ ചെയ്തു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഡേ 3 ആസ് യൂഷ്വൽ സ്റ്റാർട്ടഡ് വിത്ത് എ ടീ. ഇവരുടെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹൈദരാബാദിലെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഈ ദിവസമാണ്. റൊട്ടിയും ബീഫ് കീമ കൊണ്ടുള്ള ഒരു കറിയും ആൻഡ് കിച്ചടി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു റൈസും. സത്യം പറയാലോ, ഈ കറി ഒരു ഫ്ലേവർ ബോംബായിരുന്നു. ആ റൈസ് ആണെങ്കിലും വിത്തൗട്ട് എനി കറി നമുക്ക് കഴിക്കാൻ പറ്റും. തൃപ്തിയായി. ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്ത് ചാർമിനാറിന്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഒരു പച്ചമാങ്ങ വാങ്ങി തന്നു. ഇനി എന്ത് മുണങ്ങുന്ന ആലോചിക്കുമ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ കുട്ടി സമൂസ വെക്കുന്നത്. നോട്ട് ദി പോയിന്റ്, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ജ്യൂസും വാങ്ങി കുടിക്കരുത്, മടുത്തു. ലഞ്ച് സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഹെവി ഡിന്നർ കഴിക്കാനായിരുന്നു തീരുമാനം. ഐശ്വര്യമായിട്ട് ഒരു വെജിറ്റബിൾ സൂപ്പ് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. ആൻഡ് ഒരു പോർഷൻ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. ലൈഫിൽ ആദ്യമായിട്ടാണ് 3 ദിവസം അടുപ്പിച്ച് ബിരിയാണി കഴിക്കുന്നത്. ബിക്കോസ് ഹൈദരാബാദി ബിരിയാണി അടിപൊളിയാണ്. നാട്ടിലേക്കാളും ഫുഡിന് വളരെ റേറ്റ് കുറവായിട്ട് തോന്നി. ഒരു പോർഷൻ ബിരിയാണി തന്നെ 2 പേര് കഴിക്കുന്നതിനേക്കാൾ അധികം ഉണ്ടായിരുന്നു. നാട്ടില് 90 രൂപയ്ക്ക് കിട്ടുന്ന മൊഹിറ്റോ ഞാൻ അവിടുന്ന് കുടിച്ചത് 25 രൂപയ്ക്ക്. ടേസ്റ്റ് വൈസ് എല്ലാം സൂപ്പർ ആയിരുന്നു. വൈറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സ്വീറ്റ് പാഴ്സൽ വാങ്ങി. എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു ലെമൺ സോഡ കുടിച്ചു. ആൻഡ് ഇതാണ് ആപ്രിക്കോട്ട് ഡിലൈറ്റ്. മസ്റ്റ് ട്രൈ ആണ്. സ്വീറ്റ് ലവർ അല്ലാത്ത എന്നെ പോലും വീഴ്ത്തി കളഞ്ഞ ഐറ്റമാണ്. പക്ഷേ ആക്രാന്തം മുത്ത് വലിച്ചു വാരി തിന്നരുത്. പിറ്റേ ദിവസം വാള് വെച്ച് ഇതുപോലെ ഇരിക്കേണ്ടി വരും. മലയാളി റെസ്റ്റോറന്റ് തപ്പിപ്പിടിച്ച് കട്ടൻ ചായയിലാണ് തുടങ്ങിയത്. പെട്ടെന്ന് ഫുഡൊക്കെ മാറുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇടിയപ്പവും പുട്ടും കടലയാണ്. അകത്തോട്ട് പോയതൊക്കെ ഒറ്റയടിക്ക് പുറത്തോട്ട് വരുമെന്നുള്ള പേടിയിൽ ലഞ്ച് ഒരു പീസ് ആപ്പിളിൽ ഒതുക്കി. ഡിന്നറിന് ഒരു റൊട്ടിയും വെജിറ്റബിൾ കറിയും കഴിച്ചു. അത് ഞാൻ ഒട്ടും വൈകാതെ വൊമിറ്റ് ചെയ്ത് കളയുകയും ചെയ്തു.